നമുക്ക് ഇന്ന് ടോപ്പ് സിംഗറിൽ 2 സ്പെഷ്യൽ ഗസ്റ്റുകളുണ്ട്. അതിനുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാം. എന്താ? സുഖമാണോ? സുഖമാണ്. അതെ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടുപേർ എത്താൻ പോകുന്നത്. വളരെ സുഖമായിട്ടുള്ള ഒരു സിനിമയായിട്ട് ഇപ്പൊ തിയേറ്ററുകളിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ്. സുഖമാണോ സുഖമാണ് എന്നുള്ള ഫിലിമിലെ 2 പ്രധാന കഥാപാത്രങ്ങളാണ് എത്താൻ പോകുന്നത്. വെൽക്കം കനകമമ്മ ആൻഡ് ദേവിക ഓൺ സ്റ്റേജ്. സുഖമാണോ? സുഖമാണ്. ഹലോ, സുഖമാണോ? സുഖമാണ്. നമസ്കാരം. നമസ്കാരം. ഹലോ. കനകം ചേച്ചി നമസ്കാരം. നമസ്കാരം. ഞാൻ ആ സിനിമ ജയ് 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 അത് കണ്ടപ്പോഴത്തേക്കും ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, അതായത് എന്നെങ്കിലും ചേച്ചി ഒന്ന് നേരിട്ട് കാണുമെന്നും അന്നാണെങ്കിൽ എണിച്ചെന്ന് ഒന്ന് നമസ്കാരം പറയണം. ഒരു അസാധ്യ ആർട്ടിസ്റ്റ് അല്ലേ കനകം ചേച്ചി? ചേച്ചി അത് സാധ്യമല്ല, നമുക്ക് സാധ്യമാണ് കല. പിന്നെ ദേവിക, ഹായ്. ഞാൻ പ്രകാശൻ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ മകളിലാണ് പ്രത്യേകിച്ച്. വെൽക്കം വെൽക്കം ടു ടോപ്പ് സിംഗർ സീസൺ 6. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് അസ്. സുഖമാണോ? സുഖമാണ്. അത് കുറെ നാളെ ഇപ്പോ സുഖമാണിലാണ് ഇപ്പൊ ഫുൾ എല്ലാവരുടെയും ഇൻട്രൊഡക്ഷൻ. അതെ, പ്രൊമോഷനൊക്കെ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് ഇതിന്റെ ക്യാരക്ടർ റിവീൽ ചെയ്യാൻ പറ്റുമോ? എന്റെ ക്യാരക്ടറുടെ പേര് ചാരു എന്നാണ്. ബേസിക്കലി ചാരു, തിയോ, ഐപ്പ് എന്ന് പറഞ്ഞ്, ചാരു എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ, തിയോ എന്ന് പറയുന്ന മാത്യു ചെയ്യുന്ന ക്യാരക്ടർ, ഐപ്പ് എന്ന് പറയുന്ന ജഗദീശൻ ചെയ്യുന്ന ക്യാരക്ടർ. ഈ 3 ക്യാരക്ടേഴ്സിന്റെ ഒരു ലോൺലിനെസിന്റെ ജേർണിയാണ് ഇത്. സ്റ്റോറി ലൈൻ ഫ്ലോ എന്താന്ന് വെച്ചാൽ അതിൽ കുറേ ഫ്രണ്ട്സ്, ഫാമിലി ഒക്കെ ഉണ്ടാക്കുന്നു. അതില് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് നമ്മളെ കനക ചേച്ചി. ഈ 3 ക്യാരക്ടേഴ്സിന്റെ ഈ ഒരു ലോൺലിനെസിന്റെ ജേർണി കാണിക്കുന്ന ഒരു പടമാണ് ചേച്ചി. പിന്നെ പുതിയ സിനിമാ വിശേഷങ്ങൾ എന്താണ്? പുതിയ സിനിമ ഇപ്പൊ ആശാൻ പടം ഇറങ്ങിയിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് എന്റെ മുടി മുറിച്ചിട്ടത്. ഇപ്പൊ ഇത്രയും കിളിച്ചു. മുടി മുറിച്ചു. നല്ലൊരു ക്യാരക്ടർ ഞാൻ ചെയ്തു. ചേച്ചി ഒരു പാട്ട് എനിക്ക് നമുക്ക് വേണ്ടി ഒരു പാട്ട്, ഒരു കുഞ്ഞു പാട്ട്. ഞാന് ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോ. അടിച്ചു പൊളിച്ചൊന്നും എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല. കലാകാരി എന്ന നിലയ്ക്ക് നമുക്ക് തളരാൻ പറ്റത്തില്ലല്ലോ. ഒറ്റപ്പെട്ടു പോയാൽ നമുക്ക് ജീവിക്കണ്ടേ. മകൻ ഒരാൾ നേരത്തെ മരിച്ചായിരുന്നു. ഇപ്പൊ ഈ ജനുവരി 17 ഒരു ചക്കരക്കുട്ടനോടുള്ളത് നഷ്ടപ്പെട്ടതാണ്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ, ഇവര് ടീംസ് എല്ലാം കൂടെ, സിനിമാക്കാരും സുഹൃത്തുക്കളും എല്ലാം എനിക്ക് ഫോഴ്സ് തന്ന്, പിന്നെ ഇതിൻ്റെ കലാപരമായ രീതിയിൽ നമ്മൾ അവരോടൊക്കെ ഇടപഴകുമ്പോൾ ഒന്ന് പിടിച്ചു നിൽക്കുക. ഞാൻ ഇനിയും സന്തോഷ് ട്രോഫി എന്ന സിനിമയിൽ പൃഥ്വിരാജിൻ്റെ അമ്മയായിട്ടാണ് അടുത്തത്. ഏപ്രിലാണ് ഷൂട്ട് തുടങ്ങുന്നത്. അഡ്വാൻസ് ഒക്കെ എന്നേ ചെയ്തു. പിന്നെ കാഞ്ചിമാല ധ്യാൻ ശ്രീനിവാസന്റെ കൂടെ, അതും പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറഞ്ഞു. ചിലപ്പോൾ ധ്യാനിൻ്റെ അമ്മയായിരിക്കാം. ഞങ്ങൾ 1-2 എണ്ണം ചെയ്തു. അങ്ങനെ തമിഴ് കുടുംബസ്ഥൻ ചെയ്തു, നല്ല ക്ലിക്കായി. ചെന്നൈയിലൊക്കെ നമ്മുടെ ജയ ജയ ഹേ പോലെ എന്നെ കാണാൻ അവർ ആഗ്രഹിച്ചു. ഫ്ലൈറ്റിൽ അവർ കൊണ്ടുപോയി. അപ്പോൾ അടുത്ത 2 പടം ചെയ്യുന്നുണ്ട് തമിഴ്. മലയാളം 18 എണ്ണം ഞാൻ ചെയ്തു. ബാക്കി ഇങ്ങനെ ചെയ്യാനായിട്ട് വരുന്നുണ്ട്, ഇറങ്ങാൻ. സംഗീതം ഞാൻ അഭ്യസിച്ചിട്ടില്ല. സംഗീതമല്ല, എനിക്ക് അഭിനയവും നൃത്തവും മാത്രമാണ് എൻ്റെ പ്രാധാന്യപ്പെട്ടത്. ചുമ്മാ ഒരു തമാശക്ക് ഉറങ്ങിയിരിക്കുന്നവരെയൊക്കെ ഉണർത്താൻ 2 പേര്. നട 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 നടകാളേ കുടമണിത്താളം കേട്ട് നീ ഒരു പാട്ടു പാടടി കുയിലാളേ. കുടമണിത്താളം കേട്ട് നീ ഒരു പാട്ടു പാടടി കുയിലാളെ. നട 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 നടകാളേ. ലളിതമായിട്ടൊരു പാട്ടെന്നൊക്കെ പറഞ്ഞ ആദ്യം ഞങ്ങൾ രണ്ടാളും ഞെട്ടി. ഉറങ്ങിക്കിടക്കുന്നവരെ എഴുന്നേപ്പിക്കാനുള്ള പാട്ടെന്ന് പറഞ്ഞില്ലേ? എന്നോട് സൂപ്പർ ജിമിനി ചെയ്തായിരുന്നു. ചെയ്തായിരുന്നു. താങ്ക് യു ആൾ.
താങ്ക് Okay. യു അപ്പൊ Thank you, thank ദേവിക ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ രണ്ടുപേരും. ഞങ്ങൾക്ക് ഇനിയും സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണം. അപ്പൊ അവിടെ ഇരുന്ന് നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ കേട്ട് സംസാരിക്കാം അല്ലേ? ഓക്കെ ഓക്കെ ശരി. ഓക്കെ. അപ്പൊ അമ്മേ താങ്ക് യു. ആര്യ ചേച്ചി, ഓ ഇനി വരാൻ പോകുന്നത് ആരാണെന്ന് അറിയാമോ? ഒരു കുഞ്ഞ് എസ്തറാണോ? ഒരു കുഞ്ഞ് എസ്തറാണ്, ഒരു കുഞ്ഞു വലിയ എസ്തറാണ് വരാൻ പോകുന്നത്. പല്ലില്ലാത്ത അതെ, ഒരു പല്ലില്ലാത്ത എസ്തർ കുട്ടി ഒരു വലിയ പാട്ടുമായിട്ട് എത്താൻ പോവാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഞ്ഞ് എസ്തർ കുട്ടിയുണ്ട് കേട്ടോ, പക്ഷെ ഭയങ്കര അടിപൊളി പാട്ട് പാടുന്ന ആളാണ്. നമുക്ക് വിളിക്കാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം എസ്തർ കുട്ടി ഓൺ സ്റ്റേജ്. അടിപൊളി ഉടുപ്പാണല്ലോ, കാവടി പോലെ ഉണ്ടല്ലോ. ഞാനൊരു മെർമെയ്ഡ് എന്നൊക്കെ പറയാൻ. ഇവിടെ ഒരു അമ്മൂമ്മ വന്നിരിക്കുന്നത് കണ്ടോ? എന്താ അമ്മൂമ്മയുടെ പേരെന്താ? ചോദിച്ചു നോക്ക്. പേരെന്താ? കനകം. കുടശനാട് കനകം എന്നാണ് കലാഫീൽഡിൽ അറിയുന്നത്. 3 വയസ്സ് വീണ പേരുമാണ്. മോളെ പോലെ. അത് ദേവിക ചേച്ചി. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. താങ്ക് യു. താങ്ക് യു. കാണാൻ പാട്ട് എനിക്ക് കേൾക്കണേ. ഉടുപ്പാ ഇഷ്ടപ്പെട്ടത്. അമ്മക്ക് ആ, പാട്ട് നല്ല കേൾക്കുമ്പോ അടിപൊളി എനിക്ക് ഉടുപ്പ്. ഇഷ്ടപ്പെടും. അതെ, അതില്ലേ ആ ഇന്ന് എന്റെ പാട്ട് കേൾക്കാൻ എന്റെ പപ്പയുടെ കൂട്ടുകാരന്റെ ഫാമിലി അതല്ലേ? പപ്പയുടെ കൂട്ടുകാരന്റെ വന്നിട്ടുണ്ടെന്ന് മെലഡി റൗണ്ട് അല്ലേ എസ്തർ ബേബി? ഏത് പാട്ടാ പാടുന്നേ? മേലെ വെള്ളിത്തിങ്കൾ. മേലെ തന്മാത്ര. പാട്ട് ആ. അല്ലേ? ആ, ബാക്കി ഡീറ്റെയിൽസ്. മ്യൂസിക് മോഹൻ സിത്താര സാർ, ആ. ലിറിക്സ് കൈതപ്രം സാർ, പാടിയത് പാടിയത് ഉം. കാർത്തിക് ചേട്ടനും മീൻ ചേച്ചിയും. ആ. വർഷം 2005. ആ, ഓക്കെ, യാ, വെരി നൈസ്. താങ്ക് വെരി യു. ഗുഡ്. പിന്നെ ഗ്ലൂംകൂട്ടി, ഇത് അസലായിട്ട് പാടിക്കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഇത് അസലായിട്ട് പാടിക്കഴിഞ്ഞാൽ ഗ്ലൂംകുട്ടിയെ അച്ഛനും അമ്മയും കൂടെ ചേർത്ത് സുഖമാണോ സുഖമാണ് അത് കാണാൻ കൊണ്ടുപോകും. ശരിക്കും നോക്ക്. എന്താ ഇപ്പൊ പറഞ്ഞത്? അതൊരു ആ സിനിമയാണ്. സിനിമ കാണാൻ കൊണ്ടുപോകും. അതൊരു ദേവിക സിനിമയാണ്. ചേച്ചിയും അത് സിനിമയുടെ കനക പേരാ. അമ്മയും ഉള്ള സിനിമ കാണാൻ കൊണ്ടുപോകും. Okay. അപ്പൊ അച്ഛനോടും അമ്മയോടും ചേട്ടാ ചേച്ചി സ്പെഷ്യൽ റെക്കമെൻഡേഷൻ ആട്ടോ. മേലെ വെള്ളിത്തിങ്കൾ, താഴെ നീലക്കായൽ. മേലെ വെള്ളിത്തിങ്കൾ, താഴെ നീലക്കായൽ. കള്ളനെപ്പോലെ തിന്ന നിന്റെ ചുരുൾമുടി തുമ്പത്തി വെണ്ണിലാപ്പൂക്കൾ മെല്ലെ തഴുകി മറയുന്നു. പിന്നിലാമഴയിൽ പ്രണയം പീലി നീട്ടുന്നു. മേലെ വെള്ളിത്തിങ്കൾ, താഴെ നീലക്കായൽ.
കായൽ ലാ 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 ലാ. നൈസ് 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 വെരി ഗുഡ് എസ്തർ കുട്ടി. ഗ്ലൂം കുട്ടി പാടിക്കഴിഞ്ഞാൽ അത് ക്യൂട്ടായിരിക്കും. ആഹാ, ചില ഇടങ്ങളൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയാ ഗ്ലൂം കുട്ടി അങ്ങനെയൊക്കെ പാടുന്നത്? എന്തൊരു രസായിരുന്നു. താങ്ക് യു. ആ, ഈ പറഞ്ഞ ഹൃദയമാം വനികയിൽ അത് പാടിയില്ലേ? കുളിരിലം ചില്ലയിൽ കിളികൾ ഉണരുന്നു ഹൃദയമാം. ആ ഹൃദയമാം അവിടെ കൊടുക്കുന്ന ഈ കൊച്ചു കുഞ്ഞിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഓ കണ്ണുതള്ളി പോവും. ഇങ്ങനെയൊക്കെ പാടാൻ പറ്റുമോ? പറ്റും. ആ. പിന്നെ വേറൊരിടം അങ്കിളിന് ഒത്തിരി ഇഷ്ടപ്പെട്ടത്, കഥയുടെ ചിറക് മുളയ്ക്കുന്നു. അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നില്ലേ, സൂപ്പറായിരുന്നു. താങ്ക് യു. ഒന്ന് പഠിക്കും. കഥയുടെ ചിറകു മുളയ്ക്കുന്നു. അങ്ങനെ ചിറക് മുളച്ചു. ഇതൊക്കെയാണ് ടാലന്റ് എന്ന് പറയണം. ഞാൻ ആദ്യം തൊട്ടേ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഗ്ലൂം കുട്ടിയുടെ ടാലന്റ്. പക്ഷെ ചിലപ്പോൾ എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, ചില ഗ്ലൂം ഇങ്ങനെ വരും. ഗ്ലും കുട്ടിയാണ് ഗ്ലും കുട്ടിയെ നിന്ന് ഗ്ലും കുട്ടി തെളിയിച്ചിരിക്കുന്നു. 4 ഗ്ലും, അതും നല്ല സൂപ്പർ ഗ്ലും. വെടിച്ചില് പോലെ നല്ല ഗ്ലൂ എന്നൊക്കെ പറഞ്ഞ പോലെ സൂപ്പർ ഗ്ലും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ഭാഗങ്ങളുണ്ട്. കുഞ്ഞിന്റെ ആ കുഞ്ഞു ശബ്ദത്തിൽ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേൾക്കാൻ. എനിക്ക് കൂടുതലും ആ പാട്ടിന് കാർത്തികേട്ടൻ പാടിയിട്ടുള്ള എക്സ്പ്രഷനേക്കാളും എസ്തറായിട്ട് അത് പാടി. എസ്തറായിട്ടൊരു ക്യൂട്ട്നെസ് കൊണ്ടുവന്നിട്ടൊരു കുട്ടിത്തം വന്നു ആ പാട്ടിന് മുഴുവനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. എസ്തർ കുട്ടി, ഉഗ്രം പാട്ടാണ് ഇവിടെ വന്ന് പാടിയത്. നല്ല പാട്ടാണ്, ഉഗ്രം പാട്ട്. മധുവങ്കലിന് വളരെ ഇഷ്ടമുള്ള പാട്ടാ. മധുവങ്കലിന്റെ ഫ്രണ്ട് കാർത്തിക് പാടിയ പാട്ടാണ്. ആ, പക്ഷെ ഇതിൽ ഇപ്പൊ MJ പാടിപ്പിച്ച ഭാഗങ്ങളൊക്കെ ഞാനും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊരു മനോഹരമായിട്ടാ ഹൃദയമാം, എന്ത് രസമായിട്ട് അവിടെയൊക്കെ പാടിയത്. അതൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. താങ്ക് യു. പിന്നെ ആ വോയിസിലുള്ള ഒരു നിഷ്കളങ്കത, Innocence അതെ, അല്ലേ? നമ്മുടെ എസ്തർ കുട്ടി പാടുമ്പോൾ ആ പാട്ടിലൊരു നിഷ്കളങ്കതയാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടെ എവിടെയോ നന്മകൾ, അവിടെയൊക്കെ കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ ഇനി വരുമ്പോ എസ്തർ കുട്ടിക്ക് പറ്റുന്ന പാട്ടുകൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, ഇത് കുറച്ച് കട്ടിയായി പോയി. ഓക്കെ, അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് ആ ദേവിക ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു നോക്കിയാലോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചേ. ഇഷ്ടപ്പെട്ടോ ചോദിച്ചേ? ഇഷ്ടപ്പെട്ടു എന്റെ പാട്ട്. ഇഷ്ടപ്പെട്ടോ? പാട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. താങ്ക് യു. എനിക്ക് പാട്ടിനെക്കാട്ടും ഇഷ്ടമായത് ഈ താങ്ക് യു ആണ്. ഒരേ ട്യൂണിലല്ലേ? അതെ, ഇതാരെ പഠിപ്പിച്ച ഇങ്ങനെ താങ്ക് യു എന്ന് പറയാൻ? തന്നെ പറയണതാണ്. ഒറ്റയ്ക്ക് പറയണതാ. അത് ഭയങ്കര അടിപൊളിയായി പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. ചക്കരക്കുട്ടി എന്തോ നന്നായിട്ട് പാടി. ചക്കര ഉമ്മ. നീ മാർക്ക് കേക്കാം അല്ലേ? എസ്തർ റൂട്ടി, എന്തോ ഇന്ന് എസ്തർ റൂട്ടിക്ക് മാർക്ക് എന്ന് പറയുന്നത് 96.5 out of 100. താങ്ക് യു. എസ്തർ റൂട്ടിക്ക് ഒരു സമ്മാനമായിട്ടാണ് ഇന്ന് ഫ്രണ്ട്സ് ഒക്കെ വന്നിരിക്കുന്നത് കേട്ടോ. ഫ്രണ്ട്സ് പായോ? ഹായ് അതിഥി കുട്ടി. ഹായ്. ഹലോ, എത്രല്ല പഠിക്കണേ? 5th. 5th. ഗിഫ്റ്റ് കൊടുക്കാം. ഓ, ഞാൻ ആദ്യം കണ്ടത് കേട്ടോ അത്. എസ്തർ കുട്ടിയുടെ പല മൊമെന്റ്സ് ആണ് കണ്ടോ, പല സ്പെഷ്യൽ മൊമെന്റ്സ് കൂട്ടിയുള്ള ഒരു ഫോട്ടോ ഫ്രെയിം കണ്ടോ. ഇഷ്ടപ്പെട്ടോ? ഓക്കെ ചക്രേ, ബൈ രണ്ടുപേർക്കും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നമ്മുടെ വിദ്യാസാഗർ സാറുടെ ഹിറ്റ്സ് റൗണ്ടിൽ പാടാനായിട്ട് ജഗത് കുട്ടൻ എത്തുകയാണ്. സോ ലെറ്റ്സ് വെൽക്കം ജഗത് കിഷോർ ഓൺ സ്റ്റേജ്. ഹലോ. ഭയങ്കര ഇൻട്രോ ആയിരുന്നു കേട്ടോ. മണവാളൻ ലുക്ക്. അയ്യോ അതെ, അല്ലേ? റിസപ്ഷൻ ഒക്കെ കൊണ്ടിരുത്തായിരുന്നു. അതെ. സുന്ദരനായിട്ടുണ്ടതാ. സുന്ദരൻ. കഴിഞ്ഞോ കല്യാണം? കല്യാണം കഴിഞ്ഞു നിന്റെ? നാണം വരുന്നു. അവന് നാണമായി. സുഖാണോ? കണ്ടോ, പടം കണ്ടോ? ഇല്ല. കാണോ? സിനിമയുടെ പേരാണ് അത്. സുഖമാണോ? സുഖമാണ്. ഓ, എന്തൊരു കോയിൻസിഡൻസ്. സ്ലൈസ് ഓഫ് ലൈഫ്, അങ്ങനെ സ്ലൈസ് ഓഫ് ലൈഫ് ആണ് പടം. അതെ, പോയി കാണണം. ഏതാ പടത്തിന്റെ പേര് പറ? സുഖമാണോ? അതെ, പഠിച്ചു. ഇന്ന് കൊള്ളാട്ടെ, ഈ വേഷം കലക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സർ. എന്താ സ്പെഷ്യൽ ആയിട്ട് എന്താ ഇങ്ങനെ ഈ വേഷം ഇട്ടിട്ട് വന്നേക്കണ കാരണം എന്താ?
പാട്ടിന്റെ ഈ പാട്ടിന് വേണ്ടിയിട്ടാണ്. ഏതാ പാട്ട്? അത് ഏത് പാട്ടാ? മത്താപ്പൂത്തിരി പെൺകുട്ടി. ഓ, അതാണ് ഈ വേഷം. പിന്നെ എംജിങ്ങളുടെ ഒരു കാര്യം കേൾക്കണം. കേൾക്കണല്ലോ. ഇന്ന് ഞാൻ ഇവിടെ നിക്കാൻ കാരണമായിട്ടില്ലേ, എന്റെ പാട്ട് പഠിപ്പിക്കുന്ന മാഷ് വന്നിട്ടുണ്ട്. ഒപ്പം മാഷിന്റെ എന്റെ അച്ഛന്റെയും ഫ്രണ്ടായ വിനോദങ്ങളും വന്നിട്ടുണ്ട്. ആണോ? ഹായ്. മാഷിന്റെ പേര് പറഞ്ഞില്ലല്ലോ. മാഷിന്റെ പേര് രമേശൻ. നമസ്കാരം രമേശൻ ജി, വിനോദൻ ജി, രണ്ടുപേർക്കും സ്വാഗതം. നമ്മുടെ കുഞ്ഞിന്റെ ആൾക്കാരല്ലേ, അപ്പൊ ആ സ്നേഹം എപ്പോഴും നമുക്കുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ജഗത് കിഷോർ ചന്ദ്രശേഖരനാണ്. പിന്നെ ഞാൻ ചെറുതിലുള്ള സമയത്ത് ചെറുതിലുള്ള സമയത്ത്, അങ്ങനെ പറയാ. കുഞ്ഞതായ സമയത്ത്, കുഞ്ഞായിരിക്കുമ്പോൾ. കുഞ്ഞായിരിക്കുമ്പോ ഞാൻ മാഷിനോട് ഈ പാട്ട് ക്ലാസ്സിന് ചേർന്നിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞാട് ഞാൻ മാഷിനോട് പറഞ്ഞു, എനക്ക് പാട്ട് പഠിക്കണ്ട, എനക്ക് തബല പഠിച്ചാ മതി പറഞ്ഞു. ഓ, അപ്പൊ മാഷ് പറഞ്ഞു, കുറച്ചു ദിവസം നീ പാട്ടിന് ഇരിക്കി, തബല നമുക്ക് പിന്നെ പഠിക്കാന്ന് പറഞ്ഞു. വലിയ ഒരു കോമ്പറ്റീഷൻ ആയേനെ. അതെ. ഒരു 4 ആഴ്ച കഴിഞ്ഞ പിന്നെ എനിക്ക് പാട്ടിനോട് ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ ഞാൻ അത് മാഷിന് അറിയായിരുന്നു, അത് നേരത്തെ അറിയായിരുന്നു. ഇൻട്രസ്റ്റ് ആവുന്നു, അതാണ് wait ചെയ്യാൻ പറഞ്ഞത്. അതെ, ആനന്ദ് ഭായി എന്തൊരു രക്ഷപ്പെട്ടു. ഭാഗ്യാണ് കേട്ടോ, രക്ഷപ്പെട്ടു. ജസ്റ്റ് മിസ്സാ. മിസ്സാണ്. അതെ, അവൻ തബല വല്ലതും പഠിച്ചിരുന്നെങ്കിൽ ആനന്ദേട്ടൻ ഇവിടെ നിന്ന് പാടേണ്ടി വന്നേനെ. അവൻ തബലയും. എന്തായാലും നീ പാട്ടെടുത്ത് നന്നായിടെ, അതെ, അത് മതി. അതെ, Details. ഡീറ്റെയിൽസ്. മ്യൂസിക് വിദ്യാസാഗർ സാർ, ലിറിക്സ് കൈതപ്രം സാർ, മൂവി ദേവദൂതൻ, വർഷം 2000, പാടിയത് എംജി അങ്കിളും സുജാത ആന്റിയും. yes. ഓക്കെ, എം.ജി. ആറിന്റെ പാട്ട്. ഓക്കെ, Very അപ്പൊ nice. നന്നായിട്ട് പാടട്ടെ. താങ്ക് യു സാർ. All the best. All the best. All the best. താങ്ക് യു. മത്താപ്പൂത്തിരി പെൺകുട്ടി, പത്തരമാറ്റിൻ പൊൻകട്ടി, കണ്ണടച്ച് പാൽ കുടിക്കും രാക്കുറിഞ്ഞി തേൻകട്ടി. മത്താപ്പൂത്തിരി പെൺകുട്ടി, പത്തരമാറ്റിൻ പൊൻകട്ടി, കണ്ണടച്ച് പാൽ കുടിക്കും രാക്കുറിഞ്ഞി തേൻകട്ടി. മുട്ടി നീയൻ പൊൻകഥകിൽ, തൊട്ടു നീയൻ പാൽമറുകിൽ, ചിരിച്ചു
വെരി ഗുഡ് മോനെ, വെരി ഗുഡ്. മീനുടാ, എന്തോ ഈ പാട്ടിന്റെ ഋതമാണ് അതിന്റെ ഒരു സംഭവം. അതെ. നമുക്ക് അത് നൂറെ കേട്ടൂടെ? ഓ യെസ്. ആ ഋതത്തിന്റെ പേരാണ് ഡിണ്ടക ഡിണ്ടക. ഡിണ്ടക ഡിണ്ടക. ടക ടിൻ ടക 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 ടിൻ ടക 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 ടിൻ ടക ടക. ഡിണ്ടക 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 ടക 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 ടക. ആ. ബല്ല ബല്ല. അടിട്ടാ. ബല്ല ബല്ല. ഭയങ്കര രസാ ഋത. നിർത്തൂലേ? അതെ അതെ. മതി. അവര് നമ്മളെ കണ്ട് രസിക്കുക അവിടെ നിന്ന് ഇങ്ങനെ എന്തൊക്കെയാ ഇവര് കാട്ടിക്കൊടുക്കുന്നത്. തുടങ്ങിയാണെങ്കിൽ നിർത്തണ്ടേ? അത് നിർത്തൂലേ? ഇങ്ങനെ പോയിക്കൊണ്ട്. അതാണ് അതിന്റെ ബ്യൂട്ടിഫുൾ ഋതമാണ്. ആ ബ്യൂട്ടിഫുൾ ഋതത്തിലാണ് നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചെറിയൊരു ചലഞ്ച് തരാം. ഓക്കെ, റെഡിയാണോ? റെഡി. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്താ വെച്ചാ ഇതിപ്പോ നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാ? മത്താപ്പൂത്തിരി അല്ലേ? എത്രയാണ് അവിടെ ഒരു വിശ്രമം ആദ്യ തുടക്കത്തില്? എത്രയാണ്? അതാണ് വണ്ണേ കൊള്ളൂ. വൺ മത്താപ്പൂത്തിരി അല്ലേ? എനിക്ക് ആ വൺ വേണ്ട. ആ സമത്തിലെ മത്താപ്പൂത്തിരി തുടങ്ങണം. അതെങ്ങനെ തുടങ്ങും? 1 2 3 4 മത്താപ്പൂത്തിരി പത്തരമാറ്റിൻ പൊൻകട്ടി കണ്ണടച്ച് പാൽ കുടിക്കും കുറിഞ്ഞി തേൻകട്ടി മട്ടീനീൻ പൊൻകനവിൽ തൊട്ടു നീൻ പാൽമറുകൾ ചിരിച്ചെന്നെ മയക്കി നീ പാട്ടിലാക്കി കുറുക്കുറുമ്പ്. ഇങ്ങനെ പാട്ടിലാക്കി ഒരു സംശയമില്ല. ദാറ്റ് ഈസ് വെരി ഗുഡ്. ഇനി രണ്ടാമത്തെ ഘട്ടം, രണ്ടാമത്തെ ഗിയർ ഇട്ടു. അതായത് ഒന്നാണ് നേരത്തെ ഉണ്ടായിരുന്നത്, രണ്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മത്താപ്പൂത്തിരി പെൺകുട്ടി. മത്താപ്പൂത്തിരി പെൺകുട്ടി വണ്ടു പത്തരമാറ്റിൻ പൊൻകട്ടി വണ്ടു കണ്ണടച്ച് വണ്ടു പാൽ കുടിക്കും വണ്ടു കുറിഞ്ഞി തേൻകട്ടി കുട്ടി നീൻ പൊൻകനവിൽ വണ്ടു തൊട്ടു നീൻ പാൽമറുകൾ വണ്ടു ചിരിച്ചെന്നെ മയക്കി നീ വണ്ടു പാട്ടിലാക്കി നീ ഭയങ്കര പിടിക്കാടാ. അപ്പൊ തവല പഠിക്കണമെന്ന് പറഞ്ഞ് വെറുതെ അല്ല അല്ലേ? ചില കാര്യങ്ങൾ പറയട്ടെ. പലവിയില് ആദ്യത്തെ ലൈനിന്റെ അവസാനമുള്ള വാക്ക്, അതിലെ അവസാനത്തെ അക്ഷരം ഏതാണ്? കുട്ടി. കുട്ടി ആ, അതില് ട ട ഇല്ലേ? അത് ഭയങ്കര പ്രാധാന്യമുള്ള കാര്യമാണ്. മനസ്സിലായോ? വെറുതെ അല്ല അവിടെ ട ചേർത്തിരുന്നത്. ആ കുട്ടി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കട്ടി അല്ലേ? അപ്പൊ അത് കുറച്ചുകൂടെ കട്ടിയായിട്ട് പാടിയാലല്ലേ ആ കുട്ടിയും കട്ടിയും ശരിയാവുള്ളൂ. അതൊന്ന് പഠിക്കേ. മത്താപ്പൂത്തിരി പെൺകുട്ടി പത്തരമാറ്റിൻ പൊൻകട്ടി കണ്ണടച്ച് പാൽ കുടിക്കും കുറിഞ്ഞി തേൻകട്ടി. ആ ഇട്ട വന്നപ്പോ പാട്ട് എങ്ങനെയായി? പാട്ട് പോലെ ആയി അല്ലേ? അങ്ങനെ പൊട്ട് തൊട്ട പോലെ ആയി അല്ലേ? അത് നന്നായി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്തരം പാട്ടുകളിൽ നമുക്ക് അത് കുറച്ചും കൂടെ റിതമിക്കായിട്ട് സൗണ്ട് ചെയ്യാനും കൃത്യമായിട്ട് ആ ട്രെയിൻ ട്രാക്കിൽ പോകാനും ഒരു കാരണമാവും കേട്ടോ. അതുപോലെ 1-2 സ്ഥലത്ത് സ്ലിപ്പ് വന്നിട്ടുണ്ട്. സാരമില്ല. ജഗത് കിഷോർ എന്തോ നന്നായിട്ട് പാടി. ആദ്യം മുതൽ അവസാനം വരെ വളരെ നല്ല രസം ഉണ്ടായിരുന്നു, നല്ല എനർജി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അത് അപ്പോഴാണ് പാട്ടിന്റെ ഭംഗി കൂട്ടുന്നത്, മാറ്റു കൂട്ടുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ. ചില സ്ഥലങ്ങളിലൊക്കെ ശ്രുതി പ്രശ്നം ഉണ്ടായിരുന്നു. ആ മെയ്യോട്, പിന്നെ നിന്നെ പുണരും ആ ഭാഗത്ത്, പിന്നെ ചരണത്തില് തുടിയോ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ കുറച്ച് പിച്ച് പ്രശ്നം, കുറച്ച് സ്ക്രാച്ചസ്, വോയിസിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ടായിരുന്നു. എന്താ ശബ്ദം അടഞ്ഞുണ്ടോ? കുറച്ച് ആണല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ക്രാച്ച് വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാമത് പാടിപ്പിച്ചപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. ഹൈ പാടുന്ന പോർഷൻസിൽ. അതെ. പിന്നെ കുറച്ച് സ്ലിപ്പ് ഉണ്ടായിരുന്നു, പറഞ്ഞല്ലോ എംജിങ്ങള് ചില സ്ഥലങ്ങളിൽ. ഇതൊക്കെയാണ് ഉണ്ടായത്. പക്ഷെ പല ഭാഗങ്ങളും വളരെ മനോഹരമായി. ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. ജഗത് കുട്ടാ, എന്തോ ജഗത്കുട്ടിന് എന്തോ പാടിയില്ല. ജഗത്കുട്ടിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? ചിരിച്ചെന്നെ മയക്കി. അതിന്റെ ഒരു ടോൺ ഡിഫറൻസ് അല്ലേ? അത് ആക്ച്വലി നല്ല രസമായിരുന്നു കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട്. നല്ല രസത്തിൽ പാടി എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടാ പാടുന്നത് ജഗത്കുട്ടൻ. അപ്പൊ അതിന്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. നല്ല കോസ്റ്റ്യൂം, പിന്നെ കുഞ്ഞ് അല്ലറ ചില്ലറ സാധനങ്ങൾ, അത് കുഴപ്പമില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. പോരെ? മതി. എന്നാ വീട്ടിൽ പോകോ.
Bye. മാർക്കൊന്നുമില്ല. മാർക്കിന് മുന്നേ നമുക്ക് അവിടെ രണ്ടാളുടെ അടുത്ത് ചോദിച്ചാലോ? അവിടെ ഒരു കനക അമ്മയും ദേവിക ചേച്ചിയുണ്ട്. പാട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു നോക്കാം. ഇഷ്ടപ്പെട്ടോ മോനെ? എന്തോ ഈ പാട്ടാരാ സെലക്ട് ചെയ്തേ? അത് അച്ഛൻ സെലക്ട് ചെയ്ത. മോൻ ഇഷ്ടത്തോടെയാണോ? അതെ. ഇത് മതിയെന്ന് മോൻ പറഞ്ഞോ? ആ മതി, പറഞ്ഞു. അടിപൊളി പാട്ട്. ഗാനരചയിതാക്കള് അവരുടെ തൂലികത്തുമ്പിലൂടെ എഴുതി വെക്കുന്ന വരികൾക്ക് സംഗീതം നൽകി അതിന് ജീവൻ തുടിക്കുന്ന എപ്പോഴാന്നറിയാവോ? ആലാപനം ചെയ്യുന്ന ആളിന്റെ കയ്യിലാണ് അത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ആ വാക്കുകള് സാറ് പറഞ്ഞതുപോലെ പൊട്ട പൊട്ട ഇട്ട ഇതൊക്കെ വ്യക്തമായിട്ട് എന്റെ തേഞ്ഞു പോകാതെ, അത് ഞങ്ങളിപ്പോ അഭിനയിക്കുമ്പോഴായാലും ചില വാക്കുകൾ തേഞ്ഞു പോയാൽ അതിന് ഭംഗി ഉണ്ടാവത്തില്ല. ആധികാരികമായി സംഗീതത്തെക്കുറിച്ച് പറയാൻ എനിക്കറിയില്ല, എങ്കിലും അങ്ങനെ ആവണം. അടിപൊളി പാട്ട്. താങ്ക് യു. മോൻ ശ്രദ്ധിച്ചാൽ അത് അടിച്ചു പൊളിച്ച് പാടാൻ പറ്റും. ഓക്കെ മോനെ. ഉമ്മ. ചേച്ചി ജയ 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 ഹോയിലെ ഡയലോഗ് പറയണോ? പറയണം. അപ്പൊ എന്റെ മോനി കിട്ടിയത് അടിയൊന്നുമല്ലേ? നീ മിണ്ടായിരിക്ക അവിടെ. പിന്നെ ജീവിതകാലം മുഴുവൻ അവിടെ അടിയും കൊണ്ടുകൊണ്ട് ഇവിടെ കിടക്കാനോ? അനി നീ കേക്കണം കേട്ടോ. അയ്യോ അടിയൊന്നുമല്ല, ചവിട്ടെന്ന് പറഞ്ഞാ എന്റെ ദൈവമേ, ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ? ഇവിടുന്ന് ചവിട്ടുകൊണ്ട് എന്റെ ചെറുക്കൻ തെറിച്ച് വീണത് അങ്ങ് ഗീതയുടെ പറമ്പിലാ. അവിടുന്ന് പറക്കി എടുത്തോണ്ട് വന്നത്. ഈ ചെറുക്കൻ കിഴങ്ങനായി പോണ്ടല്ലേ ഇവിടെ ഇട്ട് തട്ടുന്നത്. വേറെ വല്ലടുവാണ് ഇതൊക്കെ നടക്കുവോ? ഇതിനപ്പുറം ആർക്കും ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലാണ് ചേച്ചി ചെയ്തിരിക്കുന്നത്. ചേച്ചി 50 വർഷമല്ലേ, അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമയിൽ വരണേ. ഒരു വർഷം 3-4 കഥാപാത്രങ്ങൾ കാണും. അതിനകത്ത് ഒരു കഥാപാത്രത്തിന് ഉള്ള ഡയലോഗിന്റെ പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ നടത്തം, ബോഡി മൂവിങ്, ഇതൊന്നും അടുത്ത കഥാപാത്രത്തിനിടത്തില്ല. ശ്രദ്ധയോടെ സാത്വിക അഭിനയം എന്ന് പറയും. ഓരോ കഥാപാത്രത്തെയും നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് അത് പ്രാപ്തമാക്കി അതിന് ജീവൻ നൽകി പ്രസന്റ് ചെയ്യുന്നതിനാണ് സാത്വിക അഭിനയം എന്ന് പറയുന്നത്. ജയ ജയഹേലെ അത് ലോകധർമ്മി, നാട്യധർമ്മി എന്ന് രണ്ടായി തിരിക്കുക അഭിനയത്തെ. ഞാൻ ചെയ്തത് ലോകധർമ്മിയാ. ദേശോടന്ന് നിന്നേ. ശിക്ഷണത്തോടെ സ്നേഹത്തോടെ ഒരമ്മ ആ സ്നേഹം ഉള്ളിലൊതുക്കി ശിക്ഷിക്കുന്ന ഒരു പരിധിയുണ്ട് മാതാവിന്. ദേശോടന്ന് നിന്നേ. എന്താ നിന്റെ ഉദ്ദേശം? താക്കോലല്ല, നിന്റെ ഉദ്ദേശം എന്തുവാന്ന്? നാണമില്ലാടാ നിനക്ക്. അതൊരമ്മ. എല്ലാ കഥാപാത്രത്തിനും അത് പറ്റത്തില്ല. ഇപ്പൊ ഒരു ജഡ്ജിയായി ചെയ്യുന്നത് ഈ നിൽക്കുന്ന ജോജി എബ്രഹാം, 42 വയസ്സ്. അതിന് ഇത്തിരി മെലോ, അതിന് നാട്യധർമ്മി ഉണ്ടാകണം. എന്നാലും ഇപ്പോഴത്തെ ജഡ്ജിമാർ ഈ ന്യൂ ജനറേഷനിൽ വന്നപ്പോ അത് സാധാരണക്കാരായിട്ട് നമ്മള്. എന്തായാലും ചേച്ചി ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് നാട്യധർമ്മി ഇല്ല, ചേച്ചി പറഞ്ഞ മറ്റേ ധർമ്മവും ഇല്ല, രണ്ടും ഇല്ല. ഞാൻ അഭിനയത്തിൽ കൊള്ളത്തില്ല. അതെനിക്ക് മനസ്സിലായി. അയ്യേ ആര് പറഞ്ഞ്? അല്ല അതെനിക്ക് മനസ്സിലായി. അഭിനയിച്ച് നോക്കാം അപ്പൊ കാണാം. സുഖമാണോ മോനെ? സുഖമാണ്. സുഖമാണോ? സുഖമാണല്ലേ? അപ്പോ ഞങ്ങളുടെ സുഖമാണ് കണ്ടിട്ടും ഞങ്ങൾ ചോദിക്കും സുഖമാണേ എന്ന് പറയണം. ഓക്കെ ചേച്ചി, ഇതിലെ ഡയലോഗ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മള് ഇപ്പൊ പ്രസന്റ് ചെയ്യണ്ട. ശരി, കാണട്ടെ എല്ലാവരും. തമിഴിന്റെ വല്ലതും ആണെങ്കിൽ ഏണ്ടാ കിളിയെ വളർത്തി പൂനെ കെട്ടു കൊടുപ്പാങ്കളാ, കുയിലിനെ വളർത്തി കുരങ്ങ് കെട്ടു കൊടുപ്പാങ്കളാ, മയിലിനെ വളർത്തി മയില് കെട്ടു കൊടുപ്പാങ്കളാ, പൂനെ കാട്ടി പുലിയെന്ന് சொல்ற. തമിഴ് അറിയാമോ? എവിടുന്ന്? മലയാളിയൊക്കെ എന്തോ പറ്റാത്തേ. നമ്മളിപ്പോ തിരുവനന്തപുരം ഭാഷ വേണമെങ്കിൽ നമ്മള് മധ്യ തിരുവിതാംകൂർ കിടക്കുന്നവര് ചെല്ല നമ്മളിപ്പോ എങ്ങോട്ട് പോണ് അറിയത്തില്ലേ? നെയ്യാറ്റിൻകരയാണെങ്കിൽ നെയ്യാറ്റിൻകരക്കാനാണ്. ഡാ ഉമേഷ് നീ എവിടെയാണ്? ഞാൻ നെയ്യാറ്റിൻകരക്കാറേ. മലയാളികൾക്ക് എന്തും പറ്റും. ഓക്കെ, ഒരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. ദേവികക്ക് ഇഷ്ടപ്പെട്ടോ പാട്ട്? ഒരുപാട് ഇഷ്ടമായി. ഇപ്പൊ പാട്ട് മറന്ന് ആ ക്ലാസ്സിലേക്ക് പോയി കാണും അല്ലേ? ഇപ്പൊ പാട്ട് മറന്നിട്ട് ആ ക്ലാസ്സിലേക്ക് പോയി കാണും അല്ലേ? അഭിനയത്തിനെ പറ്റി ആലോചിക്കുന്നത്. എന്താ ഒരു എനർജി. നമ്മളെല്ലാരും ഇവിടെ ഒരുപാട് വൈബ് ചെയ്തുകൊണ്ടാ കേട്ടോണ്ടിരുന്നേ. എനിക്ക് ചോദിക്കാനുള്ളത്, ജഗത്തിന്റെ വീട് എവിടെയാ? കണ്ണൂര്. എനിക്ക് തോന്നി ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു വരുമ്പോ ഇടയ്ക്കുള്ള സ്ലിപ്പിൽ മനസ്സിലാവും കണ്ണൂരാണ്. ഭയങ്കര എനർജിയിൽ പാടി. നമ്മളെല്ലാരും ഒരുപാട് എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. ജഗത് കിഷോര, ഇന്നത്തെ മാർക്ക് 97.5 ഔട്ട് ഓഫ് 100. താങ്ക് യു.
മാഷക്കിട്ട് ഇഷ്ടപ്പെട്ടു പാട്ട്? ജഗത്ത് വളരെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അവരുടെ എല്ലാ പാട്ടുകളും ഞാൻ കേൾക്കാറുണ്ട്. എല്ലാവരോടും നല്ല ബഹുമാനവും ഉള്ള ഒരു കുട്ടിയാണ് എന്ന് മാത്രമേ എനിക്ക് നല്ല കുട്ടിയാണ്. Good boy ആണ് നമ്മുടെ ജഗത്കുട്ടൻ. ഓൾ ദി ബെസ്റ്റ്. Thank you. ബൈ. Bye bye. ഗുഡ് നൈറ്റ്. Good night. Bye, good night. MJ അങ്കിൾ, Yes. നമ്മുടെ ടോപ്പ് സിംഗറിന് മാത്രം വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ജ്വൽ ആണ് വരാൻ പോകുന്നത്. വിളിക്കാം. ജുവൽ Yes. മേരി Yes. റെജി. ലെറ്റ്സ് വെൽക്കം ജുവൽ കുട്ടി ഓൺ സ്റ്റേജ്. ഇതൊരു ഉമ്മച്ചിക്കുട്ടിയാണല്ലോ. അതെ, നല്ല രസം. അതെ കൊറേ കുനുകുന അതെ സാധനങ്ങൾ. നല്ല രസമുണ്ട് കാണാൻ. സത് ശ്രീ അകാൽ. എന്ത് കാല്? സത് ശ്രീ അകാൽ. ഓ നമസ്കാരം. ഓ നമസ്കാരം. ഓ, ഓ പഞ്ചാബിയാണല്ലേ? മനസ്സിലായില്ലേ? പഞ്ചാബിയിൽ അഞ്ചി കൊഞ്ചണ നദിയാണോ? ആണോ ജുവലെ? ആ. ഇത് പഞ്ചാബി പാട്ട് വല്ലതും ആണോ? ആ പാട്ടാണോ പാടുന്നത്? ഇറ്റ്സ് മലയാളം. ഇറ്റ്സ് ഇതിപ്പോ മലയാളം. പഞ്ചാബിയായിട്ടാണോ വന്നത് അതോ ഉമ്മച്ചിക്കുട്ടിയായിട്ടാണോ? ഉമ്മച്ചിക്കുട്ടി. പിന്നെ ഇത് പിന്നെ പിന്നെ പഞ്ചാബി പഞ്ചാബി എന്ന് പറഞ്ഞ പറയുന്നത്. അവക്കൊരു രസം. ചുമ്മാ പറഞ്ഞാണല്ലേ? It's one of the best greetings in the world. ഓക്കേ. ഓ, അതുകൊണ്ട് Sat means truth. Sri means wealth. Akal means eternal. So together it means truth is the real wealth, which is really eternal. ഓക്കേ. ഓ ഓ, ഭയങ്കര ബുദ്ധിപൂർവ്വമൊക്കെയാണ് അടിപൊളി. നിങ്ങളിവിടെ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. 3 പേർക്കും ഉം. ഞാനൊരു ചെറിയൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് മെറ്റീരിയൽ തിങ്സ്. ഓക്കേ. ആ ഇറ്റ്സ് പീസ്. പീസ്. എനിക്കൊരു സംശയം. പീസ് ഓഫ് വാട്ട്? ഇത് കംപ്ലീറ്റ് ഹാവ് യു ടേൺ ടു സ്പിരിച്വാലിറ്റി? മൊത്തത്തിൽ അങ്ങനെ ഒരു സ്പിരിച്വൽ മയം. ഓം ഗുരുഭ്യോ നമഃ. അതെ, അദ്വൈതത്തിൽ സഞ്ചരിക്കാൻ തോന്നുന്നു. അദ്വൈത വേദാന്തത്തിന്റെ കാണാ കാഴ്ചയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആരാണോ അതാണ് ജുവൽ. യെസ്. എന്താ ഇനി എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിരിക്കുന്നു നമ്മുടെ ജുവലിന്. പീസ് കൊടുക്ക്. ഒരു പനി വന്ന് പോയതാന്ന് അറിഞ്ഞത്. അതിനുശേഷമാണ് ഇങ്ങനെ. ആ അതൊക്കെ അറിഞ്ഞു. അല്ല ഇതെന്താ പീസ് Piece ഓഫ് കൊടുക്ക് കേക്ക് ആണോ? പീസ് ഓഫ് കേക്ക് അല്ല, പീസ്. സമാധാനം. ഓ, സമാധാനം കൊണ്ടാണ് വന്നേ. നമുക്ക് അതാണ് വേണ്ടത് ഏറ്റവും കൂടുതൽ. അറിയാം, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ Thank you gift so തരാൻ much. ഉദ്ദേശമില്ല അല്ലേ? ദാറ്റ് ഈസ് മൈ ഗിഫ്റ്റ്. എവിടെ നിന്ന് കൊടുക്ക്? എവിടെ? പൈസ ചെലവാക്കിയിട്ട് ഒരു ഗിഫ്റ്റും തരുന്ന അല്ല പ്രതീക്ഷിക്കണ്ട. താഴെ വന്നിട്ട് No, it's material things. It's more than money can buy. ഓക്കേ. ഓ. സമാധാനം. മധു, ഓ, ആ, ഈ സംസാര സാഗരത്തിൽ ആണ്ട് കിടക്കരുതേ. ആ. ആണല്ലേ? മെറ്റീരിയൽ തിങ്സ് ഓക്കേ. യു ഹാവ് ടു ലീവ്. ആ വാച്ചക്കം കഴിച്ചേ. അല്ല Material things എല്ലാം അഴിച്ചു ആ, വെക്കും. ഓക്കേ. ആ. അവിടെ ആ, ശരി ശരി ശരി. ഇന്ന് നമ്മളെ പീസാക്കാൻ പോണ പാട്ട് ഏതാണ്? കസവിന്റെ തട്ടമിട്ട്. ഓ. ആ. Yes. മുഞ്ചത്തി. കിളിച്ചുണ്ടൻ മാമ്പഴം. ആ. കൂന്താലി പുഴയൊരു വമ്പത്തി. 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 ബാക്കി ഡീറ്റെയിൽസ് പറയൂ. മ്യൂസിക് വിദ്യാസാഗർ സാർ, ലിറിക്സ് BR പ്രസാദ് സാർ, പാടിയത് വിനീത് ശ്രീനിവാസൻ ചേട്ടനും സുജാത മാമും. മൂവി കിളിച്ചുണ്ടൻ മാമ്പഴം, ഇയർ 2003. 2000. Yes. Yes. ഓക്കെ. All the best. താങ്ക് യു. Hey, 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 hey.
ബ്യൂട്ടിഫുൾ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി നൈസ്. കോറസ് സൂപ്പർ. ഏട്ടാ വേറെ സീൻ. ശ്യാം വെരി നൈസ്. താങ്ക് യു ശ്യാമേ, വലിയൊരു സ്ഥലമാണ് കേട്ടോ. ആ എന്തൊരു മൂഡാണ് അത് കൊണ്ടുവന്നത്. അതെ ആൻഡ് ദാറ്റ് വാസ് വെരി പെർഫെക്റ്റ്. താങ്ക് യു സാർ. കൃത്യം. അതെ. അത് ശ്യാമിന് മാത്രം സാധിക്കുന്ന രീതിയിലാണ് ശ്യാം പാടുന്നത്. അത് ഗംഭീരാണ്. അതിലൊരു സോളുണ്ട്. അതെ അതെ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കണ്ടുപിടിക്കേണ്ടതാണ് ശരിക്കും ശ്യാമിന്റെ ഒരു ഡെഡിക്കേഷൻ. ശ്യാം എങ്ങനെയാണ് ഓരോ പാട്ടുകളിലും ഇവിടെ പാടിയിട്ടുള്ളപ്പോഴും അല്ലെങ്കിൽ അവിടെ ഗ്രൂമിങ് സെഷനിൽ പാടുമ്പോഴൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ കേട്ട് കേട്ട് പഠിക്കാൻ ഒരുപാടുണ്ട്. സോ ഇൻ ദാറ്റ് റെസ്പെക്ട് യു ആർ വെരി ലക്കി ജുവൽ ആൻഡ് അതേഴ്സ്. യെസ്. കോറസ് വളരെ നന്നായിരുന്നു. ഒരു നല്ലൊരു മൂഡുണ്ടാക്കി, വൈബ് ഉണ്ടാക്കി. ഈ പാട്ടിലേക്ക് നമ്മളെ കയറ്റി വിട്ടു. ആ വെരി നൈസ്. താങ്ക് യു സാർ. ചുവർക്കുടി. എന്തോ സാർ? പനി 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 പനിയോ? ഇപ്പോഴുണ്ടോ? ഇപ്പൊ ഇല്ല, പനിയും ടോൺസിലൈറ്റിസും മൂക്കടപ്പും എല്ലാം കൂടെ ആയിരുന്നു. ഓഫ്. അത് ഇതായിരുന്നു നീ പ നീ പ നീ പ ആണോ? അത്ര വലിയ പനിയല്ല അത്. ഇതൊരു കുഞ്ഞിപ്പനി ആണല്ലേ? ആ. ഇല്ല, കുഞ്ഞിപ്പനി എന്ന് പറയാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മൂക്കിൽ പഞ്ഞി വെച്ച് എൻഡോസ്കോപ്പി ഒക്കെ ചെയ്തിട്ട് തിരിച്ചു വന്ന്. മൂക്കിൽ പനി വെച്ചോ? പഞ്ഞി വെച്ച് എൻഡോസ്കോപ്പിയോ? മൂക്കി പനി വെച്ച് മൂക്കിൽ പഞ്ഞി എൻഡോസ്കോപ്പി വെക്കുവോ? ചെയ്യും. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്നത് പലചരക്ക് കടയിൽ പോയിട്ട് ഇങ്ങനെ ചാക്ക് നിറച്ചാ മരുന്ന്. സത്യമായിട്ടും ചാക്ക് നിറച്ച് മരുന്നോ? നോട്ട് എക്സാജറേറ്റിംഗ്. ശരി, എത്ര ഗുളികകളുണ്ട്? ചാക്ക് കഴിച്ച് എത്ര ഗുളികകളുണ്ടോന്ന് ചോദിച്ചാല് എനിക്ക് അതിന്റെ പേരുകളൊന്നും അറിയില്ല. പേരറിയണ്ട. ഇത്രയും മരുന്ന് കഴിക്കാൻ എന്താ പ്രശ്നം? ഒരു ചാക്ക് കണക്കിന് മരുന്ന്. ദാറ്റ് ഈസ് വാട്ട് ഐ ഡോണ്ട് നോ. This is not exaggeration. Then what is exaggeration? അതെനിക്കും ഉള്ളൊരു സംശയമാണ്. അതെ. If I should exaggerate, I should have said യെസ്, കം ഓൺ. ടൺ കണക്കിന് 10 sackloads of. ഓ, ദിസ് വാസ് ജസ്റ്റ് വൺ എനിക്ക് സാക്ക്. കാണണം. I just said എനിക്ക് one അവിടെ sack. വന്ന് കാണണം. ചാക്ക് ലോഡ്സ് കൊണ്ടുവന്ന് ഒരു ചാക്ക് ലോഡ് അത്രയും മെഡിസിൻ ആരാ കൊണ്ടുവന്ന് ഉണ്ടോ ചേച്ചി? ഒരു ചാക്ക് മരുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് ചോദിച്ചു നോക്ക്. നേസൽ വാഷ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര വലിയ ബോക്സ് അല്ലേ, അപ്പൊ അത് കണ്ടിട്ടാ പറഞ്ഞു. ഓ ആ. Still, it's still a sack, no? അതാണ് ഓ, എന്നാലും അത് ചാക്ക് കണക്കിന് എന്നൊക്കെ പറഞ്ഞു. സാക്ക് ആണല്ലോ. കണക്കിന് സിറപ്പ്, ടൺ കണക്കിന് സിറപ്പോ? അലാസ്പാൻ, ആന്റിബയോട്ടിക്, പിന്നെ ഏതാണ്ടിയാ അല്ല, എന്നിട്ട് അല്ല, ഇപ്പൊ ഒരു ടൺ എന്ന് ശരിയായോ? പറഞ്ഞാൽ എത്രയാ? എത്ര കിലോവാ? എത്ര കിലോ ആയിരിക്കും? ഡസൻ അല്ലേ? 12. ഡസൻ 12. അതെ, അവള് തന്നെ പറയുന്നുണ്ട് ഡസൻ ആ, 12. ഇതാണ് എന്നുള്ള ആൻസർ. ഇതാണ് അങ്ങനെയല്ലേ ഇപ്പൊ കാണിച്ചത്? അത് അത് പറഞ്ഞിട്ട് ഇങ്ങനെ. ടൺ എന്ന് പറഞ്ഞാൽ 1000 kilos ആണ്. അപ്പൊ ടൺ കണക്കിന് എന്നൊക്കെ പറഞ്ഞാൽ That is exaggeration. exaggeration. ഇപ്പൊ What is മനസ്സിലായില്ലേ? exaggeration? ടൺ കണക്കിനെന്ന് പറയുന്നതാണ് Yes. exaggeration. അതാണ് അപ്പൊ പറഞ്ഞത്. you were exaggerating. Actually, I said 1 sackload. അയ്യോ എനിക്ക് വയ്യേ. അത് കഴിഞ്ഞിട്ട് ഒരു ഞാൻ തോറ്റു. തോറ്റു. എം ജെ സർ പാട്ടിനെ പറ്റി ആ പറഞ്ഞു. പാട്ടിനെ പറ്റി അതെ. പറയാം. ഞാനൊരു പനി എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അത് എം ജെ സാറിന് പനിയായി ഇപ്പൊ. അതെ, എനിക്ക് പനിയായി. മിക്കവാറും അവിടെ നിന്ന് കിട്ടുക എനിക്ക്. ഒരു ചാക്ക് മരുന്ന്. എനിക്ക് ഇങ്ങോട്ട് ഇട്ട് തന്നത്. അയ്യോ വേണ്ട. അയ്യോ. പക്ഷെ പനിയുള്ള കുട്ടിയെ പോലെ തോന്നിയില്ല. അത് പറയാനാണ് ഇത്രയും നേരമായിട്ട് ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കണേ. ഒന്ന് സമ്മതിക്കണ്ടേ? അയ്യോ, സോറി സർ. നമ്മുടെ കുട്ടിക്ക് പനിയായിരുന്നെങ്കിലും പനി കാരണമുള്ള ഒരു പണി ഈ പാട്ടിൽ കിട്ടിയിട്ടില്ല. അത് അങ്ങനെയൊന്നും ബാധിച്ചിട്ടില്ല പാട്ട്. അങ്ങനെയൊന്നും ബാധിച്ചിട്ടില്ല. അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? Agreed. ആ. മച്ചേട്ടൻ agreed. 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 Yeah. ഇനി രണ്ടാമത്തെ പോയിന്റ് നല്ല റിഥം സെൻസിൽ അത് പാടിയിട്ടുണ്ട് കേട്ടോ. ആ കൂന്താലിപ്പുഴയൊരു വമ്പത്തി എന്ന് പാടിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. Where the tabla enters and you are into that rhythm. ആ കേട്ടോ, അത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് താങ്ക് യു. കേട്ടോ. പിന്നെ വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു ചെറിയ മോഡുലേഷൻ വന്നത് പതുക്കെ നെഞ്ചൊരു ചെണ്ടല്ലേ നീ. ആ, അവിടെ എന്തായിരുന്നു ആ പെണ്ണിന്റെ അത് എന്തായിരുന്നു? കുളിരിന്റെ തട്ടുടുത്ത് തുള്ളി വരും നാണമൊത്ത് പെണ്ണിന്റെ പുതുക്ക നെഞ്ചൊരു ചെണ്ടല്ലേ നീ. നേരത്തെ കുറച്ച് ഹസ്കി ആയിട്ട് പോലെ പുതുക്ക തത്താരേ. അത് പാടിയില്ലേ? അത് രസമായിരുന്നു കേട്ടോ. അത് ടേക്കിൽ വന്നു. ആ ടേക്കിൽ വന്നു. ഇപ്പൊ വന്നില്ല. തൊണ്ടയ്ക്ക് കപം കയറി. പിന്നെ ഈ പഹയത്തി എന്നുള്ളത് അതങ്ങനെ തന്നെ പറയണം. പഹയത്തി എന്നാ കേട്ടത്. പഹയത്തി. പഹ പഹയത്തി. ആ ഒന്ന് പാടിയാലേ അറിയുള്ളൂ. ഹ കേക്കണം.
തലയൂരിപ്പോന്നു കള്ളിപ്പഹ തലയൂരിപ്പോന്നുകള്ളിപ്പഹയത്തി കൂന്താലിപ്പുഴയുടെ വമ്പത്തി കൂന്താലിപ്പുഴയൊരു വമ്പത്തി. That's all, Your Honor. ബ്യൂട്ടിഫുൾ സെലക്ഷൻ ജുവൽകുട്ടി, ബ്യൂട്ടിഫുൾ സെലക്ഷൻ. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. പിന്നെ നല്ല എൻജോയ് ചെയ്തിട്ട് ജുവൽകുട്ടി പാടുന്ന കേൾക്കുമ്പോൾ തന്നെ കാണാൻ ഭയങ്കര രസം, കേൾക്കാനും നല്ല രസം. അവിടെ ഇവിടെ ആയിട്ട് ചെറിയ ശ്രുതി പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അതെനിക്ക് തോന്നുന്നു ഈ തൊണ്ട പ്രശ്നമുള്ളത് കൊണ്ടാണ്. അസുഖം എന്തായാലും പെട്ടെന്ന് മാറട്ടെ. ഓവറോൾ ആ ഒരു പിച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നുള്ളതൊഴിച്ച് ബാക്കിയൊക്കെ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. നല്ല രസമായിട്ട് പാടുന്നുണ്ട്, നല്ല പ്രോഗ്രസ് ഉണ്ട്, നല്ല കോൺഫിഡൻസ് പിന്നെയും കൂടി വരികയാണ് ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴത്തേക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ജ്വൽ മേരി റെജി. എന്തോ സർ. അപ്പൊ ഇന്ന് ജ്വൽ കുട്ടി എനിക്ക് പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിരുന്നു. പനിയുടെ ചില അസ്വസ്ഥതകൾ ചില സ്ഥലങ്ങളിൽ അത് ശ്രുതിയുടെ പ്രശ്നങ്ങളായിട്ട് അങ്ങനെ വന്നു. അതായത് പ്രത്യേകിച്ച് ചരണത്തിലാണ് എനിക്ക് കൂടുതൽ ശ്രുതി പ്രശ്നം. കനവിൻ്റെ മുത്തടുക്കി, പിന്നെ ആ കൂന്താലിപ്പുഴയവൾ പോയല്ലോ, അവിടെയൊക്കെയാണ് കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി. പക്ഷേ ബാക്കിയുള്ള പല ഭാഗങ്ങളും വളരെ നന്നായിട്ട് പാടി. നല്ല നേരത്തെ പറഞ്ഞ പോലെ നല്ല റിതം സെൻസ് കറക്റ്റായിട്ട് ആ കൂന്താലിപ്പുഴയോട് നേരത്തെ MJ പറഞ്ഞില്ലേ, അതൊക്കെ കേൾക്കാൻ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. താങ്ക് യു സർ. ഈ പാട്ട് പാടിയപ്പോഴും ഞങ്ങൾക്ക് സമാധാനം കിട്ടി, പഞ്ചാബി പാടിയപ്പോഴും സമാധാനം കിട്ടി. ഓക്കെ, സമാധാനം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് സമാധാനം. വെരി ഗുഡ്. ഓക്കെ, യെസ്. അപ്പൊ ജുവൽകുട്ടി ആര് മാർക്ക് പറയണം? ആര് പറഞ്ഞാൽ സമാധാനം കിട്ടും? യെസ്, പറഞ്ഞോ, വേഗം പറഞ്ഞോ. ഓക്കെ, അപ്പൊ ഒരുമിച്ച് പറയാം. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജ്വൽ മേരി റെജി നേടിയിരിക്കുന്ന മാർക്ക് 98.25. ഓക്കെ ജുവൽകുട്ടി, ബൈ ബൈ. See you. ബൈ ബൈ. അടിപൊളിയാക്കണം. അടുത്ത തവണ 100. ഓക്കെ. ഓക്കെ, ബൈ ബൈ. എത്ര 100 കിട്ടിയിട്ടുണ്ട്? ഇപ്പൊ എനിക്ക് 3 ആയി. 300. Okay, ഓക്കെ okay. ഓക്കെ, ഗുഡ്. ബൈ ബൈ. ഓൾ ദി ബെസ്റ്റ്. ബൈ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കുട്ടേട്ടൻ, ഇപ്പൊ ഈ കസവിന്റെ തട്ടമിട്ട് എന്നുള്ള പാട്ട് ശരിക്കും നമ്മളൊരു യാത്ര കൊണ്ടുപോകുന്ന പോലെയുള്ള ഒരു സുഖമല്ലേ? കൂന്താലിപ്പുഴയുടെ തീരത്തുനിന്നൊക്കെ ഇങ്ങനെ വരുന്ന ഭാഗം ഒത്തിരി സുന്ദരമാണ്. കൂന്താലിപ്പുഴയുടെ ആ തീരത്തൂടെയുള്ള ഈ യാത്ര. അതെ, അതുപോലെ ഇങ്ങനെ യാത്ര എപ്പോഴും പോയിക്കൊണ്ടിരിക്കാൻ ഭയങ്കര രസമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും, അതെ. യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. What about you? സെയിം. What about you? Yes. What about you? സെയിം. ഞാൻ എപ്പോഴും യാത്ര പൊക്കോണ്ടേയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അത്രയും സഞ്ചാര സുഖമുള്ള കിടിലൻ റോഡുകളാണ് നമ്മുടെ പുതിയ കേരളത്തിന്റെ മുഖമുദ്ര. ദേശീയപാത വികസനം ഉപേക്ഷിക്കാൻ വരെ തീരുമാനം എടുത്തിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുമാണ് ഈ വികസനം ഇപ്പൊ സാധ്യമായിരിക്കുന്നത്. ദേശീയപാത വികസനത്തിനൊപ്പം തന്നെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ, റിംഗ് റോഡുകൾ, ബൈപ്പാസുകൾ, സംസ്ഥാന റോഡുകൾ, ഗ്രാമീണ റോഡുകൾ, അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മികച്ച റോഡുകളാണ് നിർമ്മിച്ചു വരുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള NH-66ന്റെ 6 വരി പാത എന്ന സ്വപ്നത്തിന്റെ ആദ്യ റീച്ച് തലപ്പാടി മുതൽ ചെങ്കള വരെ യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ്, എറണാകുളം ബൈപ്പാസ്, കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് എന്നീ പാതകൾക്ക് മാത്രമായിട്ട് 2370.59 കോടി രൂപയാണ് കേരളം ചെലവിടുന്നത്. ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം, മലയോര ഹൈവേ, തീരദേശ പാത എന്നിവയുടെ എല്ലാം നിർമ്മാണത്തിൽ മികച്ച പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ സർക്കാർ പൊതുമരാമത്ത് റോഡുകളിൽ 60% BMBC നിലവാരത്തിൽ ഉയർത്തിക്കഴിഞ്ഞു. മിനുട്ടി, എന്തോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ റോഡൊക്കെ ഇപ്പൊ അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ കനകമ്മയും ദേവികയും ഞാൻ ഒന്നുകൂടെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാണ്. താങ്ക് യു സോ മച്ച്, ഇത്ര നേരം ഇത്ര ഹാപ്പി ആയിട്ട് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ ഇരുന്നതിന്. സോ ഒന്നുകൂടെ പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ്. അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ വന്നതിലും ഇത്രയും ഞങ്ങളോട് മിണ്ടിയതിലും ഒക്കെ. ഇപ്പൊ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് ഫൈനലി എന്താ പറയാനുള്ളത്? 13-ാം തീയതി മുതൽ കുറെ തിയേറ്ററുകളിൽ സുഖമാണെന്ന് ഉള്ള ഉത്തരം കിട്ടാൻ വേണ്ടി എല്ലാ പ്രേക്ഷകരും പോയി കാണണം. സുഖമാണോ? സുഖമാണ്. സുഖമാണ് എന്ന് പറയണം, സന്തോഷത്തോടെ പറയണം.
താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് അസ് മോർ ദാൻ എനിത്തിങ്. താങ്ക് യു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അതെ. അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടി എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സുഖമാണോ സുഖമാണ് കാണാൻ ഞങ്ങളും ഉണ്ടാവും തിയേറ്ററിൽ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ആൻഡ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒന്നിച്ചൊരു ടാറ്റ ബൈ, സി യു.